സമ്പത്ത് കുമിഞ്ഞുകൂടുമെന്ന വിശ്വാസത്താൽ യുവാവിനെ തലയറുത്തു കൊന്ന ശേഷം തലയോട്ടി ദുർമന്ത്രവാദത്തിന് ഉപയോഗിച്ച സംഭവത്തിൽ 4 പേർ പിടിയിലായി. ഇതിൽ 2 പേർ ദുർമന്ത്രവാദം ചെയ്യുന്നവരാണെന്നും ഇവർ മന്ത്രവാദം പഠിച്ചത് യൂട്യൂബ് നോക്കിയാണെന്നും ഗാസിയാബാദ് പോലീസ് പറഞ്ഞു. 6 മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇവരുടെ അറസ്റ്റിൽ കലാശിച്ചത്. ഈ വർഷം ജൂൺ 22-ന് ഗാസിയാബാദ് സിറ്റിക്കടുത്തുള്ള തിലാമോഡ് ഭാഗത്ത് തലയില്ലാത്ത നിലയിൽ ഒരു മൃതശരീരം പോലീസ് കണ്ടെത്തിയിരുന്നു. ബീഹാറിലെ മോത്തിഹാരി സ്വദേശിയായ രാജകുമാറിൻ്റെതായിരുന്നു മൃതദേഹമെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 15-ന് ധനഞ്ജയ്, വികാസ് എന്നിവരെ പോലീസ് പിടികൂടി. 2 പേരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന വികാസ് എന്ന പരമാത്മയാണ് കൊലപാതകം പ്ലാൻ ചെയ്തതെന്ന സൂചന ലഭിച്ചത്. യൂട്യൂബിൽ നിന്ന് ബ്ലാക്ക് മാജിക് ആചാരങ്ങൾ പഠിച്ച 2 പേരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് കോടികൾ സമ്പാദിക്കാമെന്ന പ്രതീക്ഷയിൽ 4 പേർ ചേർന്നാണ് ഒരാളെ കൊലപ്പെടുത്തി ആ തലയോട്ടി ഉപയോഗിച്ച് മന്ത്രവാദം നടത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പരമാത്മയുടെ സഹായിയായ നരേന്ദ്ര, പവൻ എന്നും പങ്കജ് എന്നും പേരുള്ള 2 പേരുമായി സഹകരിച്ചിരുന്നെന്ന് കണ്ടെത്തി. ഒരു മനുഷ്യന്റെ തലയോട്ടി സംഘടിപ്പിച്ച് പൂജിച്ചാൽ 50 കോടി രൂപ വന്നു ചേരുമെന്ന് പവനും പങ്കജും നരേന്ദ്രയോട് പറഞ്ഞിരുന്നു. നരേന്ദ്ര ഇക്കാര്യം പരമാത്മയോടും ഒപ്പം ധനഞ്ജയ്, വികാസ് എന്നിവരോടും പറഞ്ഞു. ഇവർ 4 പേരും ചേർന്നാണ് രാജകുമാറിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. തലയറുത്തു മാറ്റിയ ശേഷം ശരീരം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. മൃതദേഹം തിരിച്ചറിയാൻ പോലീസ് തുടർച്ചയായി ശ്രമിച്ചിരുന്നു. സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് കാണാതായവരുടെ കുടുംബങ്ങളെ ചോദ്യം ചെയ്തു. പക്ഷേ സൂചനകളൊന്നും ലഭിച്ചില്ല. ഡിസംബർ 7-ന് തലയ്ക്ക് 25,000 രൂപ പാരിതോഷികമായി കരുതിയ വികാസ് ഒളിവിൽ കഴിയുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. അറസ്റ്റിലായപ്പോൾ മുഴുവൻ സംഭവങ്ങളും ഇയാൾ സമ്മതിച്ചു. വികാസ്, നരേന്ദ്ര, പവൻ, പങ്കജ് എന്നിങ്ങനെ 4 പേർ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. രാജുവിന്റെ തലയോട്ടി നരേന്ദ്രയാണ് പവനും പങ്കജിനും കൈമാറിയതെന്ന് ഗാസിയാബാദ് DCP നിമീഷ് പാട്ടീൽ അറിയിച്ചു. വികാസിന്റെ പക്കൽ നിന്ന് മനുഷ്യന്റെ തലയോട്ടിയും മൃഗങ്ങളുടെ തലയോട്ടിയും പോലീസ് കണ്ടെടുത്തു. തങ്ങൾ യൂട്യൂബ് നോക്കിയാണ് ദുർമന്ത്രവാദം പഠിച്ചതെന്നാണ് പവനും പങ്കജും പോലീസിനോട് പറഞ്ഞത്. രാജുവിന്റെ കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെന്നറിഞ്ഞപ്പോൾ തലയോട്ടി ഡൽഹി മജ്ലിസ് പാർക്ക് മെട്രോ സ്റ്റേഷന് സമീപത്തെ ഓടയിൽ കളഞ്ഞുവെന്നും പ്രതികൾ വെളിപ്പെടുത്തി. ഇവിടെ നിന്നും തലയോട്ടി കണ്ടെടുത്ത പോലീസ് കേസിലെ തുടർ നടപടികൾ ആരംഭിച്ചു.